2025 ജൂൺ 12 അഹമ്മദാബാദിൽ വെച്ച് തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന്റെ അപകടത്തെക്കുറിച്ച് പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ച് ഇറ്റാലിയൻ പത്രമായ കോറിയർ ഡെല്ല സെറ. വിമാനം തകർന്നത് സാങ്കേതിക തകരാർ മൂലമല്ലെന്നും പൈലറ്റ് മനഃപൂർവ്വം എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്തതുകൊണ്ടാണെന്നും അന്വേഷണ സംഘത്തിന്റെ നിഗമനമെന്നാണ് ഇറ്റാലിയൻ മാധ്യമം വെളിപ്പെടുത്തുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തയ്യാറാക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുമെന്നാണ് സൂചന. കോക്പിറ്റിലെ ശബ്ദരേഖകൾ പരിശോധിച്ചതിൽ നിന്നും പൈലറ്റാണ് സ്വിച്ചുകൾ മാറ്റിയതെന്ന് വ്യക്തമായി റിപ്പോർട്ടുകൾ പറയുന്നു. അപകടത്തിൽ മരണപ്പെട്ട വിമാനത്തിന്റെ കമാൻഡർ ക്യാപ്റ്റൻ സുമീത് സബർവാളിനെയാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. അദ്ദേഹം വിഷാദരോഗത്തിന് അടിമയായിരുന്നുവെന്ന സൂചനകളും ഇറ്റാലിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നതിന് പിന്നാലെ 32 സെക്കൻഡുകൾക്കുള്ളിൽ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും നിലയ്ക്കുകയായിരുന്നു. തുടർന്ന് അടുത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്ക് വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 241 യാത്രക്കാരും മരിച്ചു. കൂടാതെ താഴെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 19 പേരും ഉൾപ്പെടെ ആകെ 260 പേർ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. പൈലറ്റ് സുമീത് സബർവാളിന്റെ കുടുംബവും പൈലറ്റ്സ് അസോസിയേഷനും ഈ റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞു. വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിനെയും എയർ ഇന്ത്യയെയും സംരക്ഷിക്കാനാണ് പൈലറ്റിന്റെ മേൽ കുറ്റം ചുമത്തുന്നതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ NTSBയുടെ സഹായത്തോടെയാണ് AAIB ഈ പരിശോധനകൾ പൂർത്തിയാക്കിയത്. പൈലറ്റുമാരുടെ മാനസികാരോഗ്യം പരിശോധിക്കുന്നതിനായുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളും അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടായേക്കും.